ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം തീർത്തും നടന്ന സംഭവമാണ്. അപ്പം ആ രീതിയിൽ വേണം കാര്യങ്ങൾ എടുക്കാനായിട്ട്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം തീർത്തും നടന്ന സംഭവമാണ്. അപ്പം ആ രീതിയിൽ വേണം കാര്യങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയിൽ ക്ലച്ച് മാറുമ്പം എന്തൊക്കെ ചെയ്യണം? ചില അപ്പാപ്പന്മാർ വന്നിട്ട് പറയും, മക്കളെ ഒരു കാര്യം ചെയ്യും, അത് ഇളക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കി തിരിച്ചിട്ട് വെക്കും, കിടന്ന് ഓടിക്കോളും. പണ്ട്, അതായത് 1945 അവരങ്ങനെയായിരുന്നു ചെയ്തിരുന്നതെന്ന് പറയും. ചില അപ്പാപ്പന്മാർ പോട്ടെ, അപ്പാപ്പന്മാർ വയസ്സായവരില്ല, അവരങ്ങനെ പോട്ടെ. ചില മാമന്മാർ വന്നിട്ടും പറയും, അതെ അതിൻ്റെ പ്രഷർ പ്ലേറ്റും കാര്യങ്ങളൊന്നും മാറണ്ട, ആ വട്ടത്തിൽ ഇരിക്കുന്ന പപ്പടം കണക്കുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ആ ക്ലച്ച് ഡിസ്ക് മാത്രമായിട്ട് മാറിയാൽ മതി. 1997 ഞങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയും. അതൊക്കെ സഹിക്കാം. ചില ചേട്ടന്മാർ വന്നിട്ടും പറയും, ആ ക്ലച്ച് സെറ്റും പ്രഷർ പ്ലേറ്റും, അതായത് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും മാത്രം മാറിയാൽ മതി, ബാക്കിയുള്ള സാധനമൊന്നും മാറണ്ട, അതൊക്കെ പഴയത് ഒന്ന് തുടച്ചു കുത്തിട്ടാൽ മതി എന്ന് പറയും. എന്ത് ചെയ്യും? അപ്പം പലപ്പോഴും നിങ്ങളെ വീട്ടിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ അവരോട് പറയണം, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുമ്പം വൃത്തിയാവണം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു വണ്ടിയുടെ ക്ലച്ച് മാറുമ്പം എന്തൊക്കെ സാധനങ്ങൾ നിർബന്ധമായി മാറണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് നമ്മളെ വണ്ടിയിലെ പ്രധാനപ്പെട്ട ക്ലച്ചിൻ്റെ ഭാഗം. ക്ലച്ച് സെറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു ഡിസ്ക്, ക്ലച്ച് ഡിസ്കും അത് കണക്ക് പ്രഷർ പ്ലേറ്റും. എഞ്ചിനുണ്ടാക്കുന്ന പവറിനെ ട്രാൻസ്മിഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ക്ലച്ച് സെറ്റാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഈ കാണുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ, അതായത് ഈ ആസ്പെറ്റോസ് പോലെ നിങ്ങൾ ഈ കാണുന്ന ഫയർ ബ്രഷൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന കണക്കുള്ള ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ തേഞ്ഞ് തീർന്നത് ഈ കാണുന്ന പോലെയൊക്കെ ആയതിനു ശേഷം വണ്ടി പിന്നീട് മുമ്പോട്ട് വലിക്കത്തില്ല. അതിന് മുമ്പേ സിംറ്റങ്ങൾ കാണിക്കും. പിന്നെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും. പ്രഷർ പ്ലേറ്റിൻ്റെ ഇഷ്യൂ, ഇപ്പോൾ ചവിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റ്, ഒരുമാതിരി ഹാർഡായിട്ടിരിക്കുക, അങ്ങനെയുള്ള കേസുകളൊക്കെ. ഇപ്പം പൊതുവേ ഇപ്പം ഹാർഡാണെങ്കിൽ ചിലർ വന്നിട്ട് എന്താ പറയും, ഈ കാണുന്ന സാധനം, അതായത് പ്രഷർ പ്ലേറ്റ് കൊണ്ടാണല്ലോ ഹാർഡാവുന്നത്, ഇത് മാത്രം മാറി ക്ലച്ച് ഡിസ്ക് പഴയത് തന്നെ ഇട്ട് വണ്ടി കൊടുക്കാൻ പറയും. ചെയ്യില്ല, നിങ്ങളും ചെയ്യിക്കരുത്. അതുപോലെ ഇത് കണക്ക് ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി വലിക്കില്ല, തേഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ വണ്ടി വലിക്കില്ല. അപ്പം ചിലർ വന്നിട്ടും പറയും, ഈ സാധനം മാത്രം വാങ്ങിച്ച് മാറി ഈ പ്രഷർ പ്ലേറ്റും അത് കണക്ക് തന്നെ ഫ്ലൈ വീലും ഒന്ന് ജസ്റ്റ് നല്ലോണം പേപ്പറിന് പിടിച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. ചെയ്യിക്കരുത്, നിങ്ങളും ചെയ്യാൻ പാടില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പം 10, 30,000, 40,000, 50,000 ഓരോരുത്തരും കഴിവനുസരിച്ചായിരിക്കും വണ്ടിയുടെ ക്ലച്ച് സെറ്റ് ലാസ്റ്റ് ചെയ്യുന്നത് ഓരോ വാഹനത്തിലും. അപ്പം നിങ്ങളുടെ വാഹനത്തിൽ ചിലപ്പോൾ 10, 30,000, 40,000 കിലോമീറ്ററൊക്കെ ഈ ഒരു ക്ലച്ച് ഡിസ്ക് കിടന്ന് ഓടി. ഈ ക്ലച്ച് ഡിസ്കിൻ്റെ തേയ്മാനത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെയും ഫ്ലൈ വീലിൻ്റെയും സർഫസ് ഈ വരുന്ന ഭാഗങ്ങളൊക്കെ തേയ്മാനം വരുന്നത്. അപ്പോൾ അങ്ങനെ തേയ്മാനം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓടി ക്ലച്ച് ഡിസ്ക് തീരാറായി എന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്ലച്ച് ഡിസ്ക് മാത്രം മാറിയാൽ, ഇപ്പം ചെറുതായിട്ട് റിവറ്റും മറ്റുമൊക്കെ പിടിച്ചേക്കും, അങ്ങനെ ക്ലച്ച് ഡിസ്ക് മാത്രം, ഈ ഒരു ഡിസ്ക് മാത്രം മാറിയാലൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇതിൻ്റെ സർഫസിൽ ഫുള്ളായിട്ട് നമ്മൾ ഇടുന്ന പുതിയ പ്രസ്സാവില്ല, കൃത്യമായിട്ട് ആ ഒരു പ്രഷർ അപ്ലൈ ആയി കിട്ടില്ല, ജെർക്കിങ് വരാനും അത് കണക്ക് തന്നെ വണ്ടിക്ക് തെറുപ്പ്, ചാട്ടം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനും ലൈഫ് കുറയാനും, അതായത് ഇതൊരുമാതിരി പിച്ച് ചീന്തി കണക്ക് ഊരി വരും, അതായത് ഇങ്ങനെ കുത്തിപ്പൊളിച്ച് കണക്ക് ഊരി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൈ വീലിൻ്റെ കേസ് ഇട്ട് വരുമ്പോഴത്തേക്കും ഫ്ലൈ വീലിലും ഇറഗുലർ ആയിട്ടുള്ള തേയ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം മൈനസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്യാൻ പറയുന്നത്. അപ്പം പോളിഷിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പം ഈ രണ്ട് സാധനവും എപ്പോഴും ഒരുമിച്ച് തന്നെ മാറണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സാധനം, കൂടുതലും ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യും, മാറില്ല, അത് വേണ്ട, കുഴപ്പമില്ല, അത് മാറേണ്ട ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. അതിൻ്റെ പേരാണ് റിലീസ് ബെയറിംഗ്. മാറുന്ന എന്തിനാ കുഞ്ഞ്? ഇത് അതിൽ കിടന്നാൽ വീണ്ടും ഓടത്തില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഇടയിൽ കൂടി ഇത്തിരി ഓയിലിട്ട് കറക്കി വിട്ട് ഫ്രീ ആക്കിയിട്ട് ഓടിക്കാൻ പറയും. എൻ്റെ പൊന്നു മാഷന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സാധനം ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് അത്രയും കിലോമീറ്റർ, അത്രയും പ്രഷർ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ബെയറിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രഷർ പ്ലേറ്റ് നല്ല രീതിയിൽ ഫ്ലൈ വീലിൻ്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു സർഫസ് കാണുന്നുണ്ടോ എന്തോ കണ്ട, ഇതേ കണക്ക് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്ത് ബോൾ ബെയറിംഗ് പോലൊരു സാധനമാണ് വരുന്നത്. ബോൾ ബെയറിംഗ് പോലൊരു സാധനമല്ല, ബോൾ ബെയറിംഗ് തന്നെയാണ് വരുന്നത്. ഗിയറിൻ്റെ ബെൽ ഹൗസിങ്ങിൻ്റെ ആ ഒരു ഷാഫ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സ്ലീവിൽ കിടന്ന് മുമ്പോട്ടും പുറകോട്ടും അനങ്ങുന്ന സാധനമായിരിക്കും, അല്ലെങ്കിൽ ചലിക്കുന്ന സാധനമായിരിക്കും. ഈ ഒരു സാധനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രഷർ പ്ലേറ്റ് ഉണ്ടല്ലോ, പ്രഷർ പ്ലേറ്റിൻ്റെ ഈ ഒരു ലീഫിനെ അമർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്ലച്ച് ഓഫ് ആവുള്ളൂ. ഇപ്പം ഇത് ഫുൾ ടൈം നല്ല, ഇപ്പം എത്ര RPM ആണ്, ഇപ്പം ചിലപ്പം 500 RPM, അല്ലെങ്കിൽ 1000 RPM, 2000 RPM, എത്രയോ ആയിക്കോട്ടെ, RPM അനുസരിച്ച് കൃത്യമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും.
ഇവിടെ ഈ ഒരു ഭാഗം വന്ന് ഇതിൽ പെട്ടെന്ന് വന്ന് മെഷാവും, ഒരു ലീഫിനെ ഫുള്ളും പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പം അത്രമാത്രം പ്രഷർ എടുത്ത് വർക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും റിലീസ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ റിലീസ് ബെയറിംഗ് മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ റിലീസ് ബെയറിംഗ് ഡാമേജ് ആവും. ഉള്ളിലൊക്കെ വരുന്ന ബോളൊക്കെ തേഞ്ഞിട്ട് സ്റ്റക്കാവാനും, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പൊട്ടി വീണിട്ട് ഈ ഒരു പ്രഷർ പ്ലേറ്റിൻ്റെ ഇടയിലൊക്കെ വീണ് മൊത്തത്തിൽ ക്ലച്ച് സെറ്റ്, അതായത് അതിൻ്റെ ഡിസ്ക് ആയിക്കോട്ടെ പ്രഷർ പ്ലേറ്റ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ ഡാമേജ് ആക്കാനും ചിലപ്പം നമ്മളെ വാഹനത്തിൻ്റെ ബെൽ ഹൗസിങ്ങിന് വരെ ഡാമേജ് വരാനോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് വരെ ഡാമേജ് വരാനോ ചാൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് റിലീസ് ബെയറിംഗ്. അപ്പോൾ എപ്പോഴാണെങ്കിലും ക്ലച്ച് സെറ്റ് മാറുമ്പോൾ റിലീസ് ബെയറിങ്ങും കൂടെ മാറുക. പൊതുവേ ഈ റിലീസ് ബെയറിങ് സ്ലീവ് സിലിണ്ടറിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നത്, അതായത് ഒരു സെറ്റായിട്ട് വരുന്ന സംഭവമുണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റ് ഡീസലിനൊക്കെ വരുന്ന കണക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് വില കൂടുതലായിരിക്കും. ചിലപ്പോൾ 4000 രൂപയ്ക്കകത്തോ 4000 രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ വില ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്കോർപ്പിയോക്കൊക്കെ പലരും ഇത് മാറാതേക്ക് ഇടാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത്, മാറണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ സ്ലീവ് സിലിണ്ടർ ഉൾപ്പെടെ വരുന്ന ഒരു സെറ്റാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീക്കോ മറ്റോ ആയാൽ, ഇപ്പം നമ്മൾ ഇളക്കുമ്പോൾ ലീക്കില്ല, ഓക്കെ, കൈ വെച്ച് പിടിച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ 8-10 ദിവസം കഴിയുമ്പോൾ ലീക്കായി. ഈ ലീക്കായാൽ നേരെ ഇതിൻ്റെ ലീക്കാവുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മളെ വാഹനത്തിൻ്റെ ക്ലച്ച് സെറ്റിലായിരിക്കും ചെന്ന് വീഴുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇട്ട പൂത്തൻ ക്ലച്ച് സെറ്റും സ്വാഹ. ആരടുത്ത് പോയി ചോദിക്കും? നമ്മളെ കയ്യിലെ കുഴപ്പമാണ്. ചിലപ്പോൾ ഒരു 10,000, 2,000, 3,000 രൂപ ചിലവാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം വീണ്ടും ഗിയർ ബോക്സ് ഇളക്കണം, പിന്നെ പണിക്കൂലിയാവും. പിന്നെ നമ്മൾ എന്താ ചെയ്യും? ഈ റിലീസ് ബെയറിങ് മാറും, ക്ലച്ച് സെറ്റ് മാറും, എല്ലാം മാറും. അതിനേക്കാൾ നല്ലത് ഈ റിലീസ് ബെയറിങ് അങ്ങ് മാറി വിടുന്നതല്ലേ. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്ലച്ചിൻ്റെ കേബിളാണ്. ഞാൻ ഇതിനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മളെ വാഹനത്തിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ കൂടെയാണ് സ്ലീവ് സിലിണ്ടർ വരുന്നതെന്നുണ്ടെങ്കിൽ റിലീസ് ബെയറിംഗ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ലീവ് സിലിണ്ടറും റീപ്ലേസ് ചെയ്യപ്പെടും. അതേസമയം നിങ്ങൾ ഒരു കാര്യത്തിൽ ഇത്തിരി പിശുക്ക് കാണിച്ചോ കുഴപ്പമില്ല. നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ മാസ്റ്റർ സിലിണ്ടറും സ്ലീവ് സിലിണ്ടറും പുറത്താണെങ്കിൽ അതിന് ലീക്കും പ്രശ്നമൊന്നുമില്ല, ടൈറ്റും പ്രശ്നമൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറണമെന്ന് നിർബന്ധമില്ല. കാരണം വെച്ചാൽ നമുക്ക് പുറത്ത് നിന്ന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്, പ്രശ്നമില്ല, നമുക്കത് മാറാം. അതേസമയം അതിന് ലീക്കുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ചവിട്ടുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട്, ലീക്ക്, ടൈറ്റ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറിക്കൊടുക്കുന്നതായിരിക്കും ഉചിതം. പക്ഷേ കേബിൾ ഡ്രൈവ് വരുന്ന, അതായത് ക്ലച്ചിൻ്റെ ഡ്രൈവ് വരുന്നത് കേബിളാണെങ്കിൽ മാക്സിമം കേബിളും കൂടെ മാറിക്കൊടുക്കണം. നമ്മളെ വണ്ടിയുടെ ക്ലച്ചിന് അത്രയും നാളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കേബിളായിരിക്കും. ഇപ്പോൾ കേബിളിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലൈറ്റായിട്ട് വലിഞ്ഞു കൊടുക്കാനും അതിൻ്റെ അകത്തൊക്കെ പതുക്കെ ഡാമേജ് വന്നിട്ട് ടൈറ്റ് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേബിൾ നിർബന്ധം. വലിയ പൈസ ഒന്നും വരത്തില്ലെന്നേ, കേബിൾ മാറുന്നതിന് വലിയ പൈസ ഒന്നും വരത്തില്ല. ഈ സാധനം ഫ്രീ അല്ല പോലോ ഡാമേജ് അല്ല പോലോ ഈ ഒരു ക്ലച്ചിൻ്റെ കേബിളും കൂടെ നിർബന്ധമായും മാറണം. അതായത് ആനയെ വാങ്ങിച്ചാൽ നമുക്ക് തോട്ടിയും കൂടെ വാങ്ങാമല്ലോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം മാറണം കേട്ടോ. ഇനിയുള്ള കാര്യം ഫ്ലൈ വീൽ പോളിഷാണ്. പലരോടും കൺവിൻസ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഫ്ലൈ വീൽ പോളിഷ് ചെയ്യണം എന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ എല്ലാ ഭാഗം ഫ്ലൈ വീല് ഈ ഒരു ക്ലച്ച് സെറ്റിൽ, ഇപ്പം ഈ ഒരു ക്ലച്ച് ഡിസ്കും കാര്യങ്ങളിലൊക്കെ കിടന്ന് നല്ല രീതിയിൽ ഓടി ഇതിപ്പം തീരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഇവിടെ റിവറ്റുകൾ വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ റിവറ്റുകൾ വരുന്നുണ്ട്. ഈ റിവറ്റൊക്കെ ചിലപ്പം തട്ടി മുട്ടിയൊക്കെ നിൽക്കും. ചില സമയത്ത് നമ്മളിത് കൈവച്ച് തടവാൻ നേരത്ത് ലൈറ്റായിട്ട് കയറി ഇറങ്ങി മൈനസായിട്ടൊക്കെ നിൽക്കും. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ പുതിയ ക്ലച്ച് ഒരു 50,000 അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് മാറിയ ക്ലച്ച് ഒരു 30,000-35,000 കിലോമീറ്റർ ആയപ്പം വീണ്ടും ഡാമേജ് ആയി പിന്നെയും മാറി. അതെന്തുകൊണ്ടാണ് ലൈഫ് കിട്ടാത്തതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈ വീല് കൃത്യമായിട്ട് ലെയ്ത്തി കൊടുത്തൊന്ന് പോളിഷ് ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് സർഫസ് ലെവൽ ചെയ്യാനാണ്. അതായത് അതിൻ്റെ ഏറ്റവും അതായത് ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തിനനുസരിച്ച് കൃത്യമായിട്ട് ക്ലച്ച് ഡിസ്ക് പിടിക്കുന്ന ഭാഗം കൃത്യമായിട്ട് പോളിഷ് ചെയ്ത്, ബോൾട്ട് ഇടുന്ന ഭാഗവും അതിനനുസരിച്ച് പോളിഷ് ചെയ്ത് കൃത്യമാക്കി സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുള്ളൊരു കാര്യമാണ്, ഗിയർ ബോക്സ് ഇറക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഗിയറിൻ്റെ ഓയിൽ ചോർത്തും. ആ ഓയിൽ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായി ഗിയർ ഓയിൽ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഗിയർ ഓയിൽ മാറണം. അതുപോലെ ഈ ഒരു ഗിയർ ബോക്സ് ഇറക്കാൻ നേരത്ത് ആക്സിലിൻ്റെ ഓയിൽ സീലുകൾ ചെറിയ ലീക്കായിക്കോട്ടെ വലിയ ലീക്കായിക്കോട്ടെ എന്ത് കുന്തും ആയിക്കോട്ടെ, ലീക്ക് തോന്നിയാൽ ആ ഒരു ഓയിൽ സീല് വാങ്ങിച്ച് മാറണം. കാര്യം വെച്ചാൽ ഗിയർ ബോക്സ് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓയിൽ സീല് മാറാനും ക്ലീൻ ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമായിരിക്കും. നിർബന്ധമായിട്ടും പാലിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ബെൽ ഹൗസിങ് ക്ലീൻ ചെയ്യാനായിട്ട്. ഗിയർ ബോക്സ് ഇറക്കി കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് പിരിത്തകം ക്ലീൻ ചെയ്യാനല്ല, ബെൽ ഹൗസിങ്ങിൻ്റെ ഭാഗങ്ങളും മറ്റുമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി തുടച്ച് കുട്ടപ്പനാക്കി വൃത്തിയാക്കി സെറ്റ് ചെയ്യണം. അതുപോലെ ഫ്ലൈ വീൽ ഇളക്കുമ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ ക്രാങ്ക് സീല്, ഫ്ലൈ വീലിൻ്റെ ബാക്കിൽ വരുന്ന ക്രാങ്ക് സീല് ചെറിയ നനവായിട്ട് കണ്ടാൽ പോലും ആ ഒരു ക്രാങ്ക് സീലും കൂടെ മാറണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഇപ്പം നമ്മൾ ആക്സിലിൻ്റെ ഓയിൽ സീല് മാറുന്നില്ല എന്ന് വെച്ചോ, അത് ആ ഒരു ഓയിൽ ലീക്ക് ഇരുന്ന് വലുതാവും.
അപ്പോൾ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് മാറ്റാനായിട്ട് എളുപ്പമാണ്, ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ ഒരു സാഹചര്യം. അതല്ല, അതിന് ചിലപ്പം ഓയിൽ സീലിനൊക്കെ 150-200 രൂപയ്ക്കേ വരുള്ളൂ. ആ ഒരു പൈസ ചിലവാക്കാനില്ല എന്ന് ഒരിക്കലും പറഞ്ഞു കളയരുത്. ഇളക്കി കഴിയുമ്പം എളുപ്പമാണ്, ലേബറും അല്പം കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്രാങ്കിൻ്റെ ഓയിൽ സീൽ റീപ്ലേസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, നമുക്കത് പിന്നീട് മാറണമെന്നുണ്ടെങ്കിൽ 2 മാസം 1.5 മാസം കഴിഞ്ഞ് ആ ഓയിൽ ലീക്ക് കൂടിയാണെങ്കിൽ മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് മൊത്തത്തിൽ ഇളക്കിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓയിൽ സീൽ ലീക്ക് കണ്ടാൽ നിർബന്ധമായിട്ടും അതും കൂടെ റീപ്ലേസ് ചെയ്യണം. അത് നമ്മളെ വാഹനത്തിൽ നമ്മൾ പുതുതായിട്ട് ഇടുന്ന ക്ലച്ച് സെറ്റിനെയൊക്കെ ഡാമേജ് ആക്കാനുള്ള സാധ്യത ആ ഒരു ഓയിൽ ലീക്ക് കൊണ്ട് ഉണ്ടാകാം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, 2 രൂപയുടെ ലാഭത്തിന് 50 രൂപ ചിലവാക്കുന്നു എന്നുള്ളത്. അപ്പം അത് കണക്കൊന്നും പോണ്ട. ക്ലച്ച് സെറ്റ് മാറുമ്പം പ്രത്യേകിച്ച് ദയവായിട്ട് ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. നിങ്ങൾ വണ്ടി പണിയാൻ കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പുകാരായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അവർ പറയുന്നത് കേട്ട് ഇതേ കണക്ക് കറക്റ്റിന് സാധനങ്ങൾ മാറി നല്ല രീതിയിൽ വണ്ടി കൊണ്ടു കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ കണ്ടുവരുന്നവരെ ബൈ.